ഹായ് ഓൾ, വെൽക്കം ടു ഔട്ട് വിത്ത് ക്യാം. കൊറോണ വൈറസ് എല്ലാ മേഖലകളിലും വല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണല്ലോ. വിദ്യാഭ്യാസ മേഖലയിലെ ആഘാതത്തെ മറികടക്കാൻ നമ്മളെടുത്തിരിക്കുന്ന സംവിധാനമാണ് ഓൺലൈൻ വിദ്യാഭ്യാസം. ഓൺലൈൻ വിദ്യാഭ്യാസത്തെക്കുറിച്ചും അതിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. ഒരു സൈബർ യുഗമാണല്ലോ ഇനി വരാനിരിക്കുന്നത്. ടെക്നോളജിയുടെ ലോകത്തിലേക്ക് കുട്ടികൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ പഠനത്തിനും പഠന സംബന്ധമായ കാര്യങ്ങൾക്കും ടെക്നോളജിയുടെ പുതിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുവാനുള്ള അവസരം ഓൺലൈൻ വിദ്യാഭ്യാസം തുറന്നു കൊടുക്കുന്നുണ്ട്. ലോകത്തെവിടെ നിന്നുമുള്ള പ്രഗത്ഭരായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകരുടെ സേവനം ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ലോകത്തെവിടെ നിന്നുമുള്ള കുട്ടികൾക്കും ഈ ക്ലാസ്സിൽ പങ്കെടുക്കുവാനും കഴിയും. ഇങ്ങനെ ഗ്ലോബൽ ടീച്ചിങ് അഥവാ ആഗോള പഠനം എന്ന് പറയുന്നതും ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പലപ്പോഴും കുട്ടികൾക്ക് ക്ലാസ്സുകളൊക്കെ നഷ്ടപ്പെടുമ്പോൾ റെക്കോർഡായിട്ടുള്ള ക്ലാസ്സുകൾ അവർക്ക് സൗകര്യാനുസരണം വീണ്ടും വീണ്ടും കേൾക്കുവാനും സംശയങ്ങൾ ദൂരീകരിക്കുവാനുള്ള അവസരവും ഓൺലൈൻ വിദ്യാഭ്യാസത്തിലുണ്ട്. ഇങ്ങനെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നതും ഓൺലൈൻ വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഓൺലൈൻ വിദ്യാഭ്യാസം ഇതുപോലെ ഒരുപാട് പോസിറ്റീവ് വശങ്ങൾ തുറന്നു കൊടുക്കുന്നുണ്ട്. പക്ഷേ ആരും തന്നെ ഒരുപാട് സമയമെടുത്ത് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് മാറിയവരല്ല. അതുകൊണ്ട് തന്നെ അത് കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടും സൃഷ്ടിക്കുന്നുണ്ട്. കുട്ടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്നതിൻ്റെ ഒരു ജൈവികത അല്ലെങ്കിൽ ലൈവ്ലിനെസ് അവർക്ക് നഷ്ടപ്പെടുന്നുണ്ടാവാം. അധ്യാപകരെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുഖാമുഖം കണ്ടും സംസാരിച്ചും ഇൻഡിവിജ്വൽ അറ്റൻഷൻസ് കൊടുത്തും കുട്ടികളെ പഠിപ്പിച്ചു വന്ന അധ്യാപകർക്ക് പെട്ടെന്ന് എല്ലാവരും ഒരു സ്ക്രീനിനുള്ളിൽ ഒതുങ്ങുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടും ഉണ്ടാകാം. രക്ഷിതാക്കളെക്കുറിച്ച് പറയുകയാണെങ്കിലോ പലപ്പോഴും അധ്യാപകർക്ക് ഉണ്ടാകുന്ന പരിമിതികൾ മറികടക്കേണ്ടത് രക്ഷിതാക്കളാണ്. ഒരുപാട് സമയവും പ്രയത്നവും രക്ഷിതാക്കൾ എടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ 3 പേർക്കും ഇത് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് പരസ്പരം മനസ്സിലാക്കുകയും പരസ്പര സഹായത്തോടെയും സഹകരണത്തോടെയും മുന്നോട്ട് പോയാൽ മാത്രമേ ഓൺലൈൻ വിദ്യാഭ്യാസം കൂടുതൽ വിജയകരമാവുകയുള്ളൂ. നമ്മളെല്ലാവരും സ്കൂളിൽ പോയിട്ടായിരുന്നു പഠിച്ചത്. ആ സമയത്ത് അധ്യാപകർ ക്ലാസ് എടുക്കുന്ന വിഷയത്തിനേക്കാൾ ഉപരി അല്ലെങ്കിൽ പാഠപുസ്തകത്തിലുള്ള വിഷയത്തിനേക്കാൾ ഉപരി മറ്റു പല കാര്യങ്ങളും മറ്റു പല സ്വഭാവങ്ങളും നമ്മളിൽ അറിയാതെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ, സൗഹൃദം സ്ഥാപിക്കുമ്പോൾ, അധ്യാപകരെ ബഹുമാനിക്കുമ്പോൾ, മറ്റ് കലാപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ, ഈവൻ സ്കൂളിലേക്കുള്ള യാത്രയിൽ വരെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ സോഷ്യലൈസേഷൻ അഥവാ സാമൂഹിക വൽക്കരണം എന്ന് പറയുന്നൊരു പ്രക്രിയയിൽ സ്കൂളിംഗ് വലിയൊരു ഘടകമായിരുന്നു. എന്നാൽ ഓൺലൈൻ വിദ്യാഭ്യാസം ഒരു പരിധി വരെ അത് തടസ്സപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ കുട്ടികൾ ഇതുപോലെയുള്ള നല്ല ക്വാളിറ്റീസ് ഉണ്ടാകുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തണം. മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനെക്കുറിച്ചും മുതിർന്നവരെ ബഹുമാനിക്കാനും ഫ്രണ്ട്ഷിപ്പ്, അഡ്ജസ്റ്റ്മെൻറ്റ്, ഷെയറിംഗ് തുടങ്ങിയ സോഷ്യൽ ബിഹേവിയേഴ്സ് രൂപീകരിക്കുന്നതിൽ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വീടുകൾ തന്നെയാണല്ലോ വിദ്യാലയമായി മാറിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ കുട്ടികൾക്ക് പഠിക്കാനുതകുന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു ക്ലാസ് റൂം സെറ്റപ്പ് ഒന്നും നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയില്ല. പക്ഷേ അവർക്ക് വേണ്ടി ഒരു മേശയും കസേരയും മാറ്റിവെക്കുക. പല കുട്ടികളും കണ്ടിട്ടുണ്ട് സോഫയിലും കിടക്കയിലും ഇരുന്ന് വളരെ അലസതയോടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. ആ സമയത്ത് അവർക്ക് പഠിക്കുവാനുള്ള താല്പര്യത്തെക്കാൾ ഉപരി കിടക്കുവാനോ ഉറങ്ങുവാനോ കളിക്കുവാനോ ഒക്കെ ആയിരിക്കും താല്പര്യമുണ്ടാവുക. ഒരു റൂം ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അവരെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന എല്ലാവിധ കാര്യങ്ങളും അവിടെ നിന്ന് മാറ്റുക. അതിന് സൗകര്യമില്ലാത്തവർ ഒരു റൂമിൻ്റെ കോർണർ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി മാറ്റിവെക്കുക. അതിനും സൗകര്യമില്ലാത്തവർ ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയത്തും അല്ലാത്ത സമയത്തും ആ ഒരു സ്ഥലം വ്യത്യാസപ്പെടുത്തുക. അതൊരു മറ വെച്ചിട്ടാവാം, എന്തെങ്കിലും വസ്തുക്കൾ വെച്ചിട്ടാവാം. അറ്റ്ലീസ്റ്റ് മേശപ്പുറത്ത് കുട്ടികളുടെ പഠന സാമഗ്രികൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയത്ത് മാത്രം വെക്കുക. അല്ലാത്ത സമയത്ത് അത് മാറ്റുക. കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് കടക്കാൻ പോവുകയാണ് എന്നുള്ള ചിന്ത വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഓൺലൈൻ ക്ലാസ്സിന് മുമ്പ് കുട്ടികളെ കുളിച്ച് വസ്ത്രങ്ങളെല്ലാം മാറ്റി ഒരുക്കിയിരുത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ ഫിസിക്കലി അവരൊരുങ്ങുമ്പോൾ മാനസികമായിട്ട് അവരുടെ ഉള്ളിൽ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തും. വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും അധികം ബഹളമൊന്നുമില്ലാതെ ഈ ഒരു പഠനാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോർമൽ സ്കൂളിങ്ങിൻ്റെ സമയത്ത് കുട്ടികൾക്കായാലും രക്ഷിതാക്കൾക്കായാലും പ്രത്യേക ചിട്ടയുണ്ടായിരുന്നു. എന്നാൽ താരതമ്യേന ഓൺലൈൻ ക്ലാസ്സിൻ്റെ സമയത്ത് ഒരുപാട് സമയം കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ ഒരുപാട് ഉറങ്ങിയും കളിച്ചുമൊക്കെ സമയം ദുരുപയോഗം ചെയ്യുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഓൺലൈൻ ക്ലാസ്സിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ടാവാം, അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവാം. കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള സമയം കണ്ടെത്തുക, അവരുടെ വ്യായാമത്തിനുള്ള അവരുടെ കളിക്കുള്ള സമയം കണ്ടെത്തുക,
ഒരു ഫാമിലി ടൈമും സെറ്റ് ചെയ്യുക. ഈ ഒരു പ്ലാനിങ് കുട്ടികൾ ഫോളോ ചെയ്യാൻ വേണ്ടി അവരെ കൂടുതൽ പ്രേരിപ്പിക്കുകയും ചെയ്യുക. ഫാമിലി ടൈമിൻ്റെ പ്രാധാന്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കോവിഡ് കാലത്ത് ഇതിൻ്റെ പ്രാധാന്യം കൂടുതലാണ്. കുട്ടികൾക്ക് ഒരുപാട് വിനോദങ്ങൾ കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, കൂട്ടുകാരെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവർ തന്നെയാണ് അവർക്കെല്ലാം. വീട്ടിലുള്ള രക്ഷിതാക്കളും കുട്ടികളും മറ്റ് സഹോദരങ്ങളും തമ്മിൽ ഒരുപാട് കളിച്ചും സംസാരിച്ചും നല്ല ആരോഗ്യകരമായിട്ടുള്ള സമയം ഉണ്ടാക്കിയെടുക്കുക. അതോടൊപ്പം തന്നെ ചില കുട്ടികളുണ്ട്, അവർക്കുണ്ടായേക്കാവുന്ന ചെറിയ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും രക്ഷിതാക്കളോട് പറയാറില്ല. ഒരു പക്ഷേ അവരുടെ ഉറ്റ സുഹൃത്തുക്കളോടോ വളരെ ക്ലോസ് ആയിട്ടുള്ള അധ്യാപകരോടൊക്കെ ആയിരിക്കും അവർ ഷെയർ ചെയ്യുക. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് അതിനുള്ള അവസരമില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കൂടെ ഇരുന്ന് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് മനസ്സിലാക്കുകയും അവരെ കൂടുതൽ കേൾക്കുവാനും കൂടുതൽ സപ്പോർട്ട് ചെയ്യുവാനും പ്രത്യേകം സമയം കണ്ടെത്തുക. കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് ഇത് വലിയൊരു മുതൽക്കൂട്ടാവും. തീർച്ചയായിട്ടും അവരുടെ പഠനത്തിൽ ഇത് പ്രതിഫലിക്കുകയും ചെയ്യും. കുട്ടികളെ പഠിപ്പിക്കാൻ പ്രത്യേകം സമയം കണ്ടെത്തേണ്ടതുണ്ട്. പല രക്ഷിതാക്കളും കണ്ടിട്ടുണ്ട്, അവർ ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു പക്ഷേ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോഴാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫീസ് വർക്ക് ചെയ്യുമ്പോഴൊക്കെ അതിനിടയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ആ ഒരു സമയത്ത് രക്ഷിതാക്കൾക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സ് തീർച്ചയായിട്ടും കുട്ടികൾക്കും ഉണ്ടാവും. കുട്ടികളുടെ കൂടെ ഇരുന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ട് അവരെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് രക്ഷിതാവും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ചിന്ത വരികയും കൂടുതൽ താല്പര്യം ഉണ്ടാവുകയും ചെയ്യും. പല രക്ഷിതാക്കൾക്കുമുള്ളൊരു തെറ്റിദ്ധാരണയാണ് കളി വേറെ കാര്യം വേറെ. എന്നാൽ കളിയിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും ശ്രദ്ധിക്കുക. ഓരോ ഏജിലുള്ള കുട്ടികൾക്കും താല്പര്യമുള്ള കഥകളിലൂടെയും ആക്ടിവിറ്റീസിലൂടെയും സംസാരങ്ങളിലൂടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതോടൊപ്പം തന്നെ പല രക്ഷിതാക്കൾക്കുമുള്ള മറ്റൊരു തെറ്റിദ്ധാരണയാണ് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കുട്ടി പഠിക്കുന്നത് എന്നുള്ളത്. ആ ഒരു ചിന്ത മാറ്റിയാൽ തന്നെ പഠനം എന്ന് പറയുന്നൊരു പ്രക്രിയ വളരെ രസകരമാവുകയും കൂടുതൽ താല്പര്യമുള്ളതാവുകയും ചെയ്യും. കുട്ടികൾ ചെറിയ ചെറിയ ചുവട് വെക്കുമ്പോൾ അതിന് വേണ്ട രീതിയിൽ പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒരു കുട്ടി ഒരുപാട് സമയമെടുത്ത് എ എന്ന് എഴുതുമ്പോൾ അതിനെ വളരെ നിസ്സാരമായി കണ്ട് ഇനി ബിയും എഴുത് എന്ന് പറയാതെ തൻ്റെ കുട്ടി ചെയ്തത് വലിയൊരു കാര്യമാണ്, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ടാസ്ക്കാണ് ചെയ്തതെന്ന് മനസ്സിലാക്കി നല്ലൊരു പ്രോത്സാഹനം കൊടുക്കുക. ഒരു ഗുഡ് ബോയ്, വെൽ ഡൺ എന്നുള്ള വാക്കുകൾ മതി കുട്ടികൾക്ക് കൂടുതൽ സന്തോഷമുണ്ടാവാൻ. അങ്ങനെ കുട്ടികൾക്കത് കൂടുതൽ പ്രോത്സാഹനം ഉണ്ടാവുകയും ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം, ഇനി ബിയും എഴുതാമെന്ന് ഓട്ടോമാറ്റിക്കലി ചിന്ത വരികയും ചെയ്യും. ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പിന് വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ കൊടുത്താൽ മാത്രമേ നമുക്ക് വലിയ സക്സസ്സിലേക്ക് കുട്ടികളെ എത്തിക്കാൻ കഴിയുകയുള്ളൂ. രക്ഷിതാക്കളൊക്കെ ഇപ്പോൾ വലിയൊരു കൺഫ്യൂഷനിലാണ്. ഇത്രയും കാലം പറഞ്ഞിരുന്നത് കുട്ടികൾക്ക് ഫോണ്, ലാപ്പ്, TV ഒന്നും കൊടുക്കാൻ പാടില്ല, അവരുടെ സ്ക്രീൻ ടൈം കുറക്കണമെന്നൊക്കെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞ് ഇതുപോലുള്ള ഗാഡ്ജറ്റ്സിന് മുമ്പിൽ കൊണ്ടിരുത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക തീർച്ചയായിട്ടും രക്ഷിതാക്കൾക്ക് ഉണ്ടാവാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, കുട്ടികൾ എത്ര നേരം ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് ഹെൽത്തി യൂസാണോ അൺഹെൽത്തി യൂസാണോ എന്നുള്ളത്. ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഹെൽത്തി യൂസാണ്. കണ്ണിനെ ദോഷകരമായി ബാധിക്കുമോ എന്നുള്ളതാവാം മറ്റൊരു സംശയം. ദോഷകരമായി ബാധിക്കുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. എങ്കിൽ പോലും സാധാരണ കുട്ടികൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുക? കാർട്ടൂണ്, ഗെയിംസൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സമയത്ത് സ്ക്രീനിൻ്റെ സ്റ്റിമുലേഷൻ വളരെ കൂടുതലാണ്, ഒരുപാട് മൂവ്മെൻറ്റ്സ് ഉണ്ടാവാം, ഭയങ്കര കളർഫുള്ളാണ്. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓൺലൈൻ ക്ലാസ് ഒരുപാട് സേഫാണ്. എന്നിരുന്നാലും ഒരുപാട് സമയം സ്ക്രീനിൻ്റെ മുമ്പിൽ ചെലവഴിച്ചത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് കണ്ണിൻ്റെ വിശ്രമം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ് അല്ലാത്ത സമയത്ത് കാർട്ടൂണ്, ഗെയിംസ് പോലെയുള്ളവ ലിമിറ്റ് ചെയ്യുക. അല്ലാത്ത ഫിസിക്കലി ഉള്ള കളികൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. അത് അവർക്കൊരു വിനോദം എന്നതിലുപരി ഒരു വ്യായാമം കൂടി ഉറപ്പുവരുത്തുകയും ചെയ്യാം. തീർച്ചയായിട്ടും ഓൺലൈൻ ക്ലാസ്സിൻ്റെ പ്ലാറ്റ്ഫോം വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. കുട്ടികൾക്ക് വിനോദത്തിനുള്ള ഒരുപാട് വാതിലുകൾ അവിടെ തുറന്നു കിടക്കുന്നുണ്ട്. അതിൽ വഴുതി വീഴുവാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളുടെ ഒരു ശ്രദ്ധ, ഒരു മോണിറ്ററിംഗ് കുട്ടികളുടെ മേൽ നിർബന്ധമാണ്. അവരെന്ത് ചെയ്യുന്നു, ഏത് സൈറ്റാണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. എന്ന് കരുതി ഒരു സ്ട്രോങ് മോണിറ്ററിംഗ് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് എന്നെ ട്രസ്റ്റ് ഇല്ലല്ലോ എന്ന് പറയുന്നൊരു ഫീൽ വരികയും അത് വിപരീതമായി ബാധിക്കുകയും ചെയ്യും. ഏറ്റവും അവസാനമായി പറയാനുള്ളത്, പല രക്ഷിതാക്കളും പറയുന്നത് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ തന്നെ 100 ജോലിയാണ്, അതിനിടയിൽ കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്, പഠനം, ഇങ്ങനെ വളരെ ഭാരമുള്ളതായിട്ട് ഇതിനെ കാണുന്നത് കണ്ടിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ കുട്ടികളെ കൂടുതൽ മനസ്സിലാക്കാനുള്ളൊരു അവസരമായിട്ട് ഇതിനെ കാണുക. നിങ്ങളുടെ കുട്ടികളുടെ ക്ലാസ്സിനെ കുറിച്ചും ക്ലാസ്സിലെ കുട്ടികളുടെ പെർഫോമൻസിനെ കുറിച്ചും മറ്റു കുട്ടികളെക്കുറിച്ചും അധ്യാപകരെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനേക്കാൾ ഉപരി കുട്ടികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് രക്ഷിതാക്കൾ അവരുടെ കൂടെ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനുള്ള നല്ല ഒരു അവസരമാണ് ഈ ഒരു സാഹചര്യം.
ഏതായാലും ഓൺലൈൻ ക്ലാസ്സിലേക്ക് കാലെടുത്ത് വെച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൊറോണ സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്നും എത്രയും പെട്ടെന്ന് തരണം ചെയ്യാൻ കഴിയട്ടെ എന്നും സാധാരണ ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങിച്ചെല്ലാൻ കഴിയട്ടെ എന്നും പ്രതീക്ഷിക്കുകയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.